സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവിൽ സ്വാഗതവും സന്തോഷവും പ്രകടിപ്പിച്ച് കെപിസിസി വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം. എല്ലാ ദിവസവും രാവിലെയായാൽ വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായാണ് സംഘ് പരിവാറിന്റെയും ബിജെപിയുടെയും പ്രവർത്തനമെന്ന് തിരിച്ചറിഞ്ഞ് സഹിഷ്ണുതയുടെയും ഉൾക്കൊള്ളലിന്റെയും രാഷ്ട്രീയത്തിന്റെ കൈപിടിക്കാൻ ആര് തയ്യാറായാലും അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണെന്ന് വി.ടി. ബൽറാം NCV ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹം ഏറ്റവും ഒടുവിൽ കടന്നു വന്നുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർക്കൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞു. ആ രാഷ്ട്രീയം വേറൊന്നുമല്ല, ഓരോ ദിവസവും രാവിലെയായാൽ വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് സംഘപരിവാർ BJP എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ തിരിച്ചറിവായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ കുറെ കാലമായി സംഘപരിവാറിനെ കേരളത്തിലെ മതേതര ബോധമുള്ള മുഴുവൻ ആളുകളും വിലയിരുത്തിയത് ഈ നിലയിലാണ്. ഇവർ ഉണ്ടാക്കുന്ന ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അന്തരീക്ഷത്തിൽ നിന്ന്, വെറുപ്പിന്റെ ഒരു കമ്പോളമായി രാജ്യത്തെ പരിവർത്തിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കൊച്ചു കൊച്ചു പെട്ടിക്കടകളെങ്കിലും ആ കമ്പോളത്തിൽ തുറക്കുക എന്നുള്ള ഒരു ദൗത്യവും ഏന്തിക്കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ദൗത്യം ശ്രീ രാഹുൽ ഗാന്ധി അടക്കം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനോട് ഐക്യപ്പെടാൻ ശ്രീ സന്ദീപ് വാര്യർ തയ്യാറാവുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ നാളിതുവരെയുള്ള രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തിരുത്ത് അദ്ദേഹം വരുത്തുന്നു എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണാൻ സാധിക്കുന്നത്. കെ സുരേന്ദ്രൻ BJPയുടെ തലപ്പത്തിരിക്കുന്ന കാലം BJP ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. സുരേന്ദ്രൻ പിണറായി വിജയനുമായുള്ള ഡീലിലാണ്. കാലങ്ങളായി CPMുമായുള്ള കൂട്ടുകച്ചവടമാണ് നടക്കുന്നതെന്നും വി.ടി. ബൽറാം ആരോപിച്ചു. അത് ശ്രീ കെ സുരേന്ദ്രന്റെ നേതൃത്വമാണ്. അദ്ദേഹം തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം BJP കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം പിണറായി വിജയനുമായിട്ട് ഡീൽ ഉണ്ടാക്കിയത് CPMുമായിട്ടുള്ള കൂട്ടുകച്ചവടമാണ്. കേസുകൾ പരസ്പരം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലെ അധികാരവും സംസ്ഥാനത്തിലെ അധികാരവും പരസ്പര പൂരകമായി യോജിച്ചു പോവുകയാണ്. ഈ ഒരു രാഷ്ട്രീയത്തെ BJPക്ക് അകത്ത് നിന്ന് തന്നെയുള്ള ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നും ബൽറാം കൂട്ടിച്ചേർത്തു. NCV ന്യൂസ്, തൃത്താല. എടപ്പാളിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നവംബർ 10 ഞായറാഴ്ച മുതൽ നവംബർ 12 ചൊവ്വാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം, എടപ്പാളയം ഗ്രൗണ്ട്, ഗ്രാൻഡ് ദുബായ് മാളിന് എതിർവശം, തൃശൂർ റോഡ്, എടപ്പാൾ.